ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. റാസ്ബെറിയുടെ ഒരു വർക്കാണ്, റാസ്ബെറി ഡാക്കിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ 2 ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് വേവ് ഷെയറിൻ്റെ 7-inch ഡിസ്പ്ലേ IQ ആഡിയോ ഡാക്ക് പ്രോ റാസ്ബെറി പൈ 4 ആണ് വന്നത്. ഇത് നമ്മുടെ കൊല്ലത്തുള്ള ശശികുമാർ ചേട്ടന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബോക്സൊക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് വേവ് ഷെയറിൻ്റെ 7-inch ഡിസ്പ്ലേ ആണ്, IQ ആഡിയോ ഡാക്ക് പ്രോ ആണ്, പിന്നെ റാസ്ബെറി പൈ 4 ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി റാസ്ബെറിക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. DSA ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിപ്പോൾ HDMI ഇൻ്റർഫേസും ഉണ്ട്, DSA ഇൻ്റർഫേസും ഉണ്ട്. HDMI ഇൻ്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇപ്പോൾ കമ്പ്യൂട്ടർ പോലെ നമുക്ക് റാസ്ബെറി ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വേറെ എന്ത്, ഇപ്പോൾ നമ്മളെ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയിലുള്ള HDMI ഔട്ട് കൊടുത്താൽ അത് വർക്കാവും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ DSA ടച്ച് ഡിസ്പ്ലേ എടുത്തത്. DSA LCD ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ. വേവ് ഷെയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വേവ് ഷെയറിൻ്റെ ഡിസ്പ്ലേ എടുക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ് ഇതിനകത്ത്. പിന്നെ വേറെ ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ടച്ച് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഓളിമിയ സോഫ്റ്റ്വെയറിനകത്ത് ടച്ച് ഡിസ്പ്ലേ പ്ലഗിൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി നമുക്ക് 7-inch ഡിസ്പ്ലേ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഇതിലൊരു ഗുണമായിട്ടുള്ളത്. ഇതൊരു ടാബ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കയ്യിലെടുത്തപ്പോൾ. പിന്നെ ടഫൻ ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെറിയൊരു തട്ടലോ മുട്ടലോ ഒക്കെ പറ്റിയാലും പൊട്ടാത്ത രീതിയിലുള്ള ടഫൻ ഗ്ലാസ് ആണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു ഫ്രണ്ടിലൊരു ലെയർ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു കവർ അവർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത്. വേവ് ഷെയറിനെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ചൈന മേഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണിത്. LCD ഡിസ്പ്ലേ ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു റാസ്ബെറി പൈ 4 ആണ്, 4GB വേർഷനാണ്. അപ്പോൾ ഇത് നമുക്ക് 4GBയുടെ ആവശ്യം വരുന്നില്ല. നമുക്ക് 2GB ആയാലും 1GB ആയാലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ യൂസ് ചെയ്യുന്നത് റാസ്ബെറി പൈ 3 1GB ആണ്. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4GB ആവശ്യമാണ്. ഇപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെമ്മറി കാർഡിലോട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓളിമിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിനെ നമുക്ക് ആ ഒരു മെമ്മറി കാർഡ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെമ്മറി കാർഡ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ പറ്റും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആ സമയത്ത് കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാം. അതേ കാർഡിനെ മാറ്റിയതിന് ശേഷം ഓളിമിയോ ചെയ്തിട്ടുള്ള ആ കാർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓളിമിയോ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് 2 പ്രവർത്തികൾ വേണമെങ്കിൽ ഇതിനെ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ ശശികുമാർ ചേട്ടൻ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല. പുള്ളിക്ക് പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രം യൂസാണ്. അപ്പോൾ 4GB തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. 4GB ആകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ സ്പീഡിന് കുറച്ച് 1GB കാട്ടി ഒരല്പം സ്പീഡിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഓളിമി അത്ര വലിയ ഹെവി സോഫ്റ്റ്വെയറും അല്ല, ലൈറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് അങ്ങോട്ട് ലാഗ് വരാറില്ല. പിന്നെ റാസ്ബെറി ചില സമയങ്ങളിൽ ഇത് ഇപ്പോൾ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലാഗ് ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട്. അപ്പം ഡിസ്പ്ലേ വയ്ക്കാതെ ഇപ്പോൾ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഡിസ്പ്ലേ വയ്ക്കാതെ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഡിസ്പ്ലേ വയ്ക്കാതെ ചെയ്താലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് റാസ്ബെറി പണി മുടക്കും. ചില സമയങ്ങളിൽ, അത് എപ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ പണി മുടക്കും, ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡിസ്പ്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിട്ട് വരും. ചില സാധനങ്ങളൊന്നും ഓപ്പൺ ആവത്തില്ല. ഇനിയിപ്പം ഇടയ്ക്ക് ദിലീപ് കുമാർ ചേട്ടന് ചെയ്ത് കൊടുത്തത് അങ്ങനത്തെ ഒരു പ്രശ്നം പറ്റിയിരിക്കുകയാണ്. പുള്ളിക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഡിസ്പ്ലേ വെച്ചാലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റാസ്ബെറി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വൈഫൈ കണക്ഷൻ കൊടുത്തിട്ട്, ഇപ്പോൾ വൈഫൈ ഓപ്ഷനകത്ത് ഫാൾ ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഒരു പക്ഷേ ഇനേബിൾ അല്ലാതെ ഓഫായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ഷൻ നമ്മളെ ഫോണിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്താണ് നമുക്ക് പണി കിട്ടുന്നത്. അപ്പോഴാണ് ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ ടച്ച് ഡിസ്പ്ലേ കൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഈ ഫോൺ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിനെ നെറ്റ് കണക്ട് ചെയ്താലോ, നെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ പെൻഡ്രൈവ് കൊടുത്താലും നമുക്ക് ഇതിനകത്ത് നിന്ന് പാട്ട് കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ല എന്നുള്ളതൊരു വലിയ കുറവാണ്. അത് നമുക്കിപ്പോഴും കുറവായിട്ട് തന്നെ പറയാം. എല്ലാവരും ഉപയോഗിക്കുന്ന ഓരോ മ്യൂസിക് പ്ലെയറിനും ബ്ലൂടൂത്ത് അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ റാസ്ബെറി പൈ 5 ബ്ലൂടൂത്ത് ഉണ്ട്, പക്ഷേ ഓളിമിയോ അതിനകത്ത് അങ്ങോട്ട് വലുതായിട്ട് വർക്ക് ആവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
റാസ്ബെറി പൈ 4 ബ്ലൂടൂത്ത് ഇല്ല. അപ്പോൾ അതൊരു കുറവാണ്. എന്നാലും നമുക്ക് ബ്ലൂടൂത്ത് ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന പെൻ ഡ്രൈവിനകത്ത് ഹൈ ക്വാളിറ്റി പാട്ടുകൾ, ഹൈ ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ച് ഫ്ലാക്ക് വേവ് പോലെയുള്ള വലിയ വലിയ ഫയലുകൾ, വലിയ വലിയ MB ഉള്ള ഫയലുകൾ നമുക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് റണ്ണാകും. ഇപ്പോൾ ഈ MB മോഡ്യൂളിനകത്തൊക്കെയാണെങ്കിൽ അത് റണ്ണാവത്തില്ല, സ്റ്റക്ക് അടിച്ച് നിൽക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, സ്റ്റക്ക് അടിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയില്ല. സൂപ്പറായിട്ട് അത് നല്ല ക്വാളിറ്റി തന്നെ, നമുക്ക് എത്ര ആണോ അതിൻ്റെ ക്വാളിറ്റി അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റി എന്താണോ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റി എന്താണോ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റീരിയോ അനലോഗ് ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഇതിലൊരു മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇതൊക്കെ വെറുതെയാണെന്നൊക്കെ പറയുന്നു, കമൻറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ശശികുമാർ ചേട്ടൻ തന്നെ, പുള്ളിയുടെ ലക്ഷക്കണക്കിന് വിലയുള്ള ഓഡിയോ സിസ്റ്റംസാണ് വീട്ടിലുള്ളത്. പക്ഷേ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഫ്ലാക്ക് വേവ് പോലുള്ള ഫയലൊക്കെ വളരെ ഈസി ആയിട്ട് റൺ ആകും എന്നുള്ളതാണ്. ഇത് IQ ഓഡിയോ ഡാക്കാണ്. ഈ IQ ഓഡിയോ ഡാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വില കുറവാണ്. 2500 2600 രൂപയ്ക്ക് നമുക്ക് ഈ ഡാക്ക് വാങ്ങാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വില കുറഞ്ഞതും നല്ലതുമായിട്ടുള്ള ഡാക്കാണ്. അപ്പം നമുക്കിതിനകത്ത് വരുന്ന ചിപ്പ് എന്ന് പറഞ്ഞാൽ PCMൻ്റെ 5242 ചിപ്പാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ചിപ്പാണ്. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ചിപ്പാണ് അവർ ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ചിപ്പാണ്. എന്നാൽ പോലും നമുക്ക് ഈ 24 ബിറ്റ് ഉള്ള ഫയലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് റൺ ചെയ്തിച്ച് അതേ ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ അത്യാവശ്യം വില കുറഞ്ഞൊരു ചിപ്പും കൂടെയാണ് ഈ ഒരു IQ ഓഡിയോ ഡാക്ക് പ്ലസ് അല്ല, ഡാക്ക് പ്രോ. ഇതിൻ്റെ ഡാക്ക് പ്ലസ് ഉണ്ട്, ചിപ്പിന് വ്യത്യാസമുണ്ട്. ചിപ്പിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, ഓഡിയോ ഔട്ട്പുട്ടിന് കുറവായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മ്യൂസിക് പ്ലെയറിനകത്തും ഇപ്പോൾ 150 രൂപയ്ക്കകത്തുള്ള ബ്ലൂടൂത്ത് മോഡ്യൂളിനകത്ത് വരെ ഡാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡാക്കുകളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി മാറും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് PCM 4252 ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ പിന്നെ നല്ല ബോസ് നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടുന്നില്ല. ആമസോണിലൊക്കെ എവിടെയൊക്കെയോ ഞാൻ ഇടയ്ക്ക് 27,000 രൂപയ്ക്കും 18,000 രൂപയ്ക്കൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഓവർ പ്രൈസിങ് ആണ്. അത്രയും ക്യാഷ് കൊടുത്ത് നമുക്ക് ഡാക്ക് നിർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡാക്കിലേക്ക് മാറാവുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഈ ഒരു ഡാക്ക് ചെയ്യുന്ന സമയത്ത് 10,000-40,000 രൂപ മുടക്കി നമ്മളൊരു ഡാക്ക് വാങ്ങുന്ന അതേ ഡാക്കിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഡാക്കിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാബിനറ്റ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ സമയത്ത് ഓരോ ഡിസൈൻ മനസ്സിൽ തോന്നും. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ക്യാബിനറ്റിൻ്റെ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. എല്ലാവരും വിളിച്ചിട്ട് നല്ലതാണ്, കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശശികുമാർ ചേട്ടനും ആ ഒരു ക്യാബിനറ്റിൻ്റെ ഡിസൈനും റാസ്ബെറി പ്ലെയർ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭംഗിയും അതിൻ്റെ വർക്കിങ് അരുൺ ചേട്ടൻ്റെ പാരിപ്പള്ളിയിലാണ് അരുൺ ചേട്ടൻ്റെ വീട്. അരുൺ ചേട്ടൻ ഞാൻ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശശികുമാർ ചേട്ടൻ അരുൺകുമാർ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അത് വർക്ക് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ശശികുമാർ ചേട്ടൻ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി, ഇത്രയും സാധനങ്ങൾ വാങ്ങി. എനിക്ക് ഇപ്പോൾ കൊല്ലത്തു നിന്നാണ് പുള്ളിയുടെ വീട്. അവിടെ നിന്ന് ഇപ്പോൾ എന്നെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെയുള്ള രാജേഷ് റോഷൻ ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ വർക്ക് തൃശ്ശൂരോ കോഴിക്കോടോ എന്താണ് ചേട്ടൻ്റെ വീട്. ആ ചേട്ടൻ്റെ വർക്ക് നമ്മൾ ചെയ്ത് പൂർത്തിയാവാറായി. ചെറിയ 2 സംഭവങ്ങൾ കിട്ടിയിട്ടില്ല, അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വന്ന ഉടനെ തന്നെ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ബിൽഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന് അത്യാവശ്യം നല്ല പോലെ ക്യാഷ് ആവും. ഈ ക്യാഷ് എനിക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അല്ല, നിങ്ങൾക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാഷ് ആവും. നിങ്ങൾക്ക് വേണം എന്നുള്ള താല്പര്യം, ഈ പറയുന്ന ഒരു 5 ഇഞ്ച് ഡിസ്പ്ലേ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 16,000-17,000 രൂപയോളം ഇതിന് ചിലവ് വരും. ഇപ്പോൾ ഈ ഡിസ്പ്ലേക്ക് മാത്രം, ഇപ്പോൾ ഈ കാണുന്ന ഡിസ്പ്ലേക്ക് മാത്രം തന്നെ ഏകദേശം 5,600 5,700 രൂപ അടുപ്പിച്ച് ഈ ഡിസ്പ്ലേക്ക് മാത്രം വിലയുണ്ട്. പിന്നെ റാസ്ബെറി പൈന് അതുപോലെ തന്നെ റാസ്ബെറി പൈക്ക് ഏകദേശം 5,000-ന് മുകളിലാണ് വില വരുന്നത്. ഈ ഡാക്കിന് ഏകദേശം ഒരു 3,000 രൂപയ്ക്ക് അടുപ്പിച്ച് അതിനും വില വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പൈസ ചിലവാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്, കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ബൈ, സീ യു.